അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വല്ലാത്തൊരു ദിവസമായിരുന്നു. എനിക്ക് വലിയൊരു പണി കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ പോക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ലല്ലോ അല്ലേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കാലത്ത് എണീക്കുമ്പോഴാണ് പ്രശ്നം എന്താണെന്നുള്ളത് അറിഞ്ഞത്. കഴുത്ത് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് വേദനയായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. സാധാരണ മിക്ക വേദനകളും ഞാൻ സഹിക്കാറാണ് പതിവ്. ഇതിപ്പോൾ വല്ലാത്തൊരു വേദനയായിപ്പോയി. ഇടയ്ക്കൊക്കെ കഴുത്തിൽ ചെറിയ തോതിൽ വേദനയൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു വേദന ഇതാദ്യമായിട്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം വേദനയുണ്ടായിരുന്നു. കഴുത്ത് ചെറുതായിട്ട് അനക്കുമ്പോൾ പോലും എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെയിൻ റിലീഫ് റോള് ഉപയോഗിച്ചിട്ടാണ് കുറച്ചെങ്കിലും ചെറിയൊരു ആശ്വാസം കിട്ടിയത്. എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വേദന തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് എണ്ണയും കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ പെയിൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവും പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാലത്ത് എണീച്ചിട്ട് മോളെ മദ്രസയിലേക്ക് വിട്ടത് എങ്ങനെയൊക്കെയോ ആണ്, ചായ വെച്ചതും ഒക്കെ എങ്ങനെയൊക്കെയോ ആയിരുന്നു. പിന്നെ ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലും പിന്നെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ വേണമല്ലോ ചെയ്യാനായിട്ട്. തലേന്ന് തന്നെ ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വ്ളോഗ് എടുക്കാതിരിക്കാനും തോന്നിയില്ല. ചെറിയ ചെറിയ വീഡിയോസ് അവിടെ അവിടെ ആയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ചെറിയ തോതിലാണെങ്കിലും ഞാനൊരു വ്ളോഗ് ഒപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. എന്തൊക്കെയായാലും ഈ ഒരു ദിവസം ഭയങ്കര മോശമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് കഴുത്തിലെ വേദനയും ഹോസ്പിറ്റലിൽ പോക്കും ആകെ കൂടെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. കഴുത്ത് വേദന ഉള്ളതുകൊണ്ട് തന്നെ ഫോണിൽ എഡിറ്റിങ്ങും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. എന്തായാലും ഹാപ്പി മൊമെൻറ്റ്സൊക്കെ മാത്രമല്ലേ ഞാനിവിടെ ഷെയർ ചെയ്യാറുള്ളൂ. എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ ഒരു വ്ളോഗ് ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ദോശമാവിൽ ഞാൻ ചേർത്തത് റാഗി പൗഡറാണ്. റാഗി പൗഡർ ഇവിടെ മോന് കുറുക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ മേടിച്ച് വെക്കുന്നതാണ്. പിന്നെ റാഗി തനിയെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ഉപയോഗിക്കാത്തത്. പക്ഷേ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദോശമാവൊക്കെ ബാലൻസ് വരുമല്ലോ, അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കില്ലേ, അതുപോലെ ഈ റാഗിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നൈസായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് നല്ല മൊരിയിച്ചിട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൂടെ കുറച്ച് നെയ്യൊന്ന് തൂവിച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും. കറിയൊന്നും വേണ്ടാതെ വെറുതെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. സാധാരണ ദോശ പോലെ തന്നെ ആയിരിക്കും. റാഗിൻ്റെ ടേസ്റ്റൊന്നും ഒട്ടും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റാഗി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ട് ചൂസ് ചെയ്യുന്നവർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. പക്ഷേ റാഗിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ അരിപ്പൊടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു ബാറ്ററിൻ്റെ കൂടെയും കുറച്ച് റാഗിപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ, അല്ലാതെ റാഗിൻ്റെ ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ നൈസായിട്ട് ചുട്ടെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വരുമ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ മുമ്പിട്ട് നിൽക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ്. ഇവിടെ മോളും മോനും ഒക്കെ കഴിക്കും. ഞങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്. അങ്ങനെ സാമ്പാറും ദോശയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചോറിനുള്ള അരി കൂടി കഴുകിയിടാമെന്ന് കരുതി.
അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് മാറ്റാമല്ലോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഊറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. കഴുത്ത് വേദന പിന്നെയും ഓക്കെ ആവാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി. അങ്ങനെയൊക്കെ എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആലത്തൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ കാണിക്കാമെന്ന് കരുതി ടോക്കനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ല് ഡോക്ടറെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നിപ്പോൾ എല്ല് ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ കാണിക്കാമെന്ന് കരുതി. അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ മരുന്നൊക്കെ എഴുതി തന്നു. പക്ഷേ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കഴുത്തനക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സാധാരണ എനിക്ക് മിണ്ടാതെ കിടന്നാൽ മതി. കിടന്നാൽ എൻ്റെ എന്ത് വയ്യായ്കയാണെങ്കിലും മാറിക്കോളും. പിന്നെ ഇത് കഴുത്തായതുകൊണ്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിടക്കുമ്പോൾ ഒക്കെ വേദനയാണ്. അതുകൊണ്ട് എനിക്ക് കിടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് വീടെത്തി. പിന്നെ വീടെത്തിയിട്ട് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസമാണ് ആയുർവേദ ക്ലിനിക്കിൽ കാണിച്ചത്. ആയുർവേദ ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ അവർ നമ്മളുടെ വിരലൊക്കെ നമ്മൾ പൊട്ടിക്കുമല്ലോ, അതുപോലെ എൻ്റെ കഴുത്തും പിന്നെ നട്ടെല്ലും ഒക്കെ ഒന്ന് പൊട്ടിച്ച് ലെവൽ ചെയ്തിരുന്നു. അതൊരു കറക്ഷൻ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് എനിക്ക് ഓക്കെ ആയത്. ഓക്കെ ആയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. കുറേ മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ചാൽ സെറ്റായി വരും. ഇപ്പോൾ എത്രയോ കുഴപ്പമില്ല. നല്ല പെയിൻ റിലീഫ് ഉണ്ട്. അങ്ങനെ ഞാൻ വീടെത്തിയ പാടെ കിടക്കാനാണ് നോക്കിയത്. കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. പിന്നെ ചുരുക്കം ചില ക്ലിപ്സ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും ഇതിലെ പോരായ്മകളെല്ലാം ഞാൻ മാറ്റാം. എനിക്ക് വീഡിയോസ് എടുക്കാതിരിക്കാനും തോന്നിയില്ല, എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് എടുക്കാനായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്താണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ളോഗ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.